എന്താ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്? ഇവിടെ ആരാ നമ്മളുടെ ഭാവം? ഹൊറർ എഫക്ട്സിന്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കിയ ഓളത്തിന്റെ ഒരു പകുതി പോലും ഇവർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തിനാണ് പകുതി? ഒരംശം ഇവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? കുറെ സോഷ്യൽ മീഡിയ മരവാളകളുണ്ടല്ലോ ഇതിനൊക്കെ തലയിലേക്ക് നടക്കാനായിട്ട്. ഈ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു ഗ്രാമവും ഇല്ലാത്ത കാലത്ത് ഇൻഡസ്ട്രി കീഴടക്കിയ ആളാ ഞാൻ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എനിക്ക് നല്ല വേദനയുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ പറയും, ഞാനത് പറഞ്ഞു തീർക്കും. ഇതണ്ട വെള്ള സാരി, എന്നും എനിക്ക് ഈ വെള്ള സാരി തന്നെ. ഈ സാരി എടുത്തെടുത്തിട്ട് താരിയൊക്കെ പൊട്ടി ഇത്ര നീളത്തിലാ ആരെങ്കിലും പാടി കിടക്കണേ. പുതിയ നീരിക്കോ കോട്ട്, സൂട്ട്, പാന്റ്, ഷൂസ്, പിന്നെ ഇതൊന്നും പോരാണ്ട് ചെവിയിൽ കുത്തിത്തിരിക്കി വെക്കണ ആ കുന്ത്രാപ്പ്, എന്താ ഹെഡ്സെറ്റ്, അത് തന്നെ. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വന്നിട്ടാണ് അവള് ചോര കുടിക്കണം. ഞാനെടുത്തിട്ട് ചോര എങ്ങനെ കുടിക്കണമെന്ന് അറിയാം നിങ്ങൾക്ക്? ചുണ്ടാവുണ്ടോ ചേട്ടാ, ചുണ്ടാവുണ്ടോ ചോദിച്ച് എരന്നിറന്ന് വന്നിട്ട് വേണം എനിക്ക് എടുത്തൊളിച്ച് ചോര കിട്ടാൻ. ഇനി ഈ ചോര കുടിച്ചു കഴിഞ്ഞാലോ വിശ്രമിക്കാൻ വേണ്ടി ഞാൻ ഈ പാലമരത്തിന്റെ മുകളിലേക്ക് ഈ കുരങ്ങും കയറുന്ന പോലെ എഴുതി വലിഞ്ഞ് കാരണം അവർക്ക് ബാംഗ്ലൂര് സിറ്റിയിലെ ഒത്ത നടുക്ക് 1 BHK ഫ്ലാറ്റ്, ചോര തണുപ്പിച്ച് കുടിക്കാൻ റെഫ്രിജറേറ്റർ. പിന്നെ ആവാലോ അവക്ക് പാർട്ട് ടൈം ജോലിയുണ്ട്, അവള് രാത്രി ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അവളുടെ കയ്യിൽ എന്തുണ്ട്? കാശുണ്ട്. അപ്പൊ അവക്ക് എങ്ങനെ വേണമെങ്കിൽ നടക്കാം. ഇനി ഇതൊന്നും പോരാണ്ട് ചോര സപ്ലൈ ചെയ്ത് കൊടുക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാര്, അതും അവള് O നെഗറ്റീവ് ഗ്രൂപ്പിൽ പെട്ട ബ്രാൻഡഡ് രക്തം മാത്രം അവള് കുടിക്കുള്ളൂ. നമ്മള് പാവങ്ങള് ഏത് ലോക്കലും ഏത് അലവരാതിയുടെ ചോര വേണമെങ്കിൽ കുടിക്കാൻ നമ്മൾ റെഡി ആയിട്ട് നിൽക്കാം. പറയുമ്പോ പിന്നെ എല്ലാം പറയണല്ലോ. ഒരു കാര്യത്തില് ഞങ്ങള് ഏകദേശം ഒരുപോലെയാണ്. ഈ അമാനുഷിക ശക്തി, ഞങ്ങൾക്ക് ആകാശത്തേക്ക് പറന്നു പൊന്താം, നേരെ താഴത്തേക്ക് വരാം, 100 ആൾക്കാരെ ഒരുമിച്ചെടുത്ത് എറിയാം, കൊല്ലാം, പുഴുങ്ങി തിന്നാം. ഇതൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏകദേശം ഒരുപോലെ പറ്റും. അവളും ഞാനും രാത്രി തന്നെയാണ് പുറത്തിറങ്ങുന്നത്. പക്ഷെ ഞാൻ രാത്രി പുറത്തിറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവരെ പേടിപ്പിച്ചിട്ട് വേണം, അവരെ ബോധം കെടുത്തി കഴുത്ത് നിരിച്ചു കൊന്നിട്ടൊക്കെ വേണം ഒരു തുള്ളി രക്തം കുടിക്കാൻ. ഇവിടെ രാത്രി പുറത്തിറങ്ങുന്നത് എന്തിനാ? അവൾക്ക് സ്കിന്നിന് അലർജി ഉണ്ട്. അപ്പൊ അവൾക്ക് സൺ ടാൻ അടിക്കും. അവള് അങ്ങനെ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല അധികം. അപ്പൊ അവൾക്ക് സൺ ടാൻ അടിക്കും. അവളുടെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്തത്. പിന്നെ ഇതൊന്നും പോരാണ്ട് ഓരോരോ രാജ്യത്ത് ചെല്ലുമ്പോ ഓരോരോ പേര്. അതുമാത്രോ സ്വന്തമായിട്ട് പാസ്പോർട്ട്, കൂട്ടുകാര്, ബർത്ത്ഡേ പാർട്ടി, എന്തൊക്കെ വേണം. അവളുടെ ഒക്കെ ഒരു യോഗം. നമ്മൾ ഇത്രയും കാലം ഇവിടെ ഈ പാട്ട് പാടി നിഴലായി ഉരുകി വരും ഈ പാട്ട് പാടി 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 ഇങ്ങനെ നടക്കണം. നമ്മളെന്നാ ആർക്കും ഇപ്പൊ മൈൻഡില്ല. ആരോട് പറയാൻ കാര്യമാക്കാൻ. പക്ഷെ ഞാനിത് പ്രതിഷേധിക്കും. ഞാനിതിനെ കായികപരമായി നിയമപരമായി ഞാൻ പ്രതിഷേധിക്കും. എനിക്ക് നല്ല വേദനയുണ്ട്. ഒന്നിനും ഞാൻ വന്നിട്ടില്ല. ഒരു പുതിയ നീതി വന്നേക്കണം. നീതി ആയിക്കോട്ടെ, നീതി 2K നീതി വെറുതെ വിട്ടില്ല. ഞാൻ നോക്കിക്കോ, ഞാനൊരു വേദന പറഞ്ഞു തീർക്കും. എന്നെ നിങ്ങൾക്ക് അറിയില്ല.